നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പെപ്പ് അണ്ണൻ പണി തുടങ്ങി എന്ന് പറയേണ്ടി വരും. കാരണം അതുപോലുള്ള ന്യൂസുകളാണ് സിറ്റിയുടെ ക്യാമ്പിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് നടന്ന FA കപ്പിന്റെ മത്സരത്തിൽ കെയ്ൽ വാക്കർ സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ക്യാപ്റ്റൻ ആണ്, അതുകൊണ്ട് തന്നെ മീഡിയ ഒക്കെ ചോദിച്ചു എന്താണ് കെയ്ൽ വാക്കർക്ക് പറ്റിയത്, ഇഞ്ചുറി ആണോ, അതുകൊണ്ടാണോ പുള്ളിയെ ടീമിൽ ഉൾപ്പെടുത്താത്തത് എന്ന കാര്യം പെപ്പിനോട് തന്നെ ചോദിച്ചപ്പോഴാണ് ഈ ഒരു ന്യൂസ് അദ്ദേഹം പുറത്തു വിട്ടത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് കെയ്ൽ വാക്കറോട് ടീം വിടാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം പെപ്പ് കൺഫേം ചെയ്തു. ഇനി എന്തായാലും ഈ ഒരു സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹത്തിന് ചാൻസ് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ എബ്രോഡിലോ മറ്റ് ലീഗിലോ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നുള്ള കാര്യം കൺഫേം ആയി കഴിഞ്ഞു. 2017 കെയ്ൽ വാക്കർ ടോട്ട്നാമിൽ നിന്ന് സിറ്റിയിലേക്ക് വരുന്നത്. അതിനുശേഷം നമുക്കറിയാം വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റ് ബാക്ക് എന്ന രീതിയിലുള്ള പല പെർഫോമൻസുകളും സിറ്റിക്ക് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോം നല്ല രീതിയിൽ തന്നെ താഴോട്ട് പോയിട്ടുണ്ട്. കെയ്ൽ വാക്കറുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീഡ് തന്നെയാണ്. പലപ്പോഴും സ്പീഡ് കൊണ്ട് ഓപ്പണന്റിനെ ഓടിപ്പിടിക്കുക എന്നുള്ള ഒരു കാര്യം വളരെ ഈസി ആയിട്ട് കെയ്ൽ വാക്കർ പലപ്പോഴും നടത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ ആ എബിലിറ്റി നല്ല രീതിയിൽ തന്നെ താഴോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പുറത്തേക്ക് അയക്കാനുള്ള തീരുമാനത്തിൽ പെപ്പ് ഒപ്പുവെച്ചത് എന്ന് പറയേണ്ടി വരും. എന്തായാലും AC മിലാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കിക്കൊണ്ട് അദ്ദേഹവുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നു എന്നുള്ള വാർത്ത ഫാബ്രീസിയോ റൊമാനോ ഇപ്പൊ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇപ്പൊ കെയ്ൽ വാക്കർ പോകാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു കോൺഫർമേഷൻ ആ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് 2 സൈനിങ്ങുകൾ ശക്തമായിട്ട് പുരോഗമിക്കുന്നു. നമുക്കറിയാം RC ലെൻസ് ഡിഫൻഡർ ആയിട്ടുള്ള അബ്ദുൽ ഖാദിർ കുസനോവയെ 40 മില്യൺ പ്ലസ് അഡോൺ കൊടുത്തിട്ട് പെപ്പ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം സിറ്റിയുടെ ഡിഫൻസീവ് ക്യാമ്പിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇഞ്ചുറി കൺസേൺസ് ആയിട്ട് 1-2 പ്ലേയേഴ്സ് പുറത്തായിരുന്നു. ബാക്കിയുള്ള പ്ലേയേഴ്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഹൈ ലെവൽ പെർഫോമൻസ് കൊടുക്കാൻ കഴിയുന്നില്ല. ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ വരുന്നു. ഇതൊക്കെ പരിഹരിക്കേണ്ടത് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഇപ്പൊ അബ്ദുൽ ഖാദിർ കുസനോവിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് പല ക്യാമ്പിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്. എന്തായാലും പെപ്പ് സ്കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിഫൻഡറാണ്. സിറ്റിയിൽ എത്തിയാൽ തന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2029 വരെ പുള്ളിക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഡിഫൻസ് ഫിക്സ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയിലൂടെയാണ് പെപ്പ് ഇപ്പോൾ പോകുന്നത്. മറ്റൊരു ന്യൂസ് നമുക്കറിയാം, ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഒമർ മാർമുഷിനെ തേടി ഡിസ്കഷൻസ് ഒക്കെ പുരോഗമിക്കുന്നു. ഫൈനൽ റൗണ്ട് ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഡേവിഡ് ഓൺസ്റ്റീൻ ഒക്കെ ഇപ്പൊ കൺഫേം ചെയ്യുന്നത്. നമുക്കറിയാം 67 മില്യൺ മുതൽ 75 മില്യന്റെ ഒരു ഡീലാണ് സിറ്റി ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൽവരസ് ടീം വിട്ടു പോയതിനു ശേഷം ഇപ്പൊ ഹാലണ്ട് പെർഫോം ചെയ്യാത്ത മത്സരത്തിൽ സിറ്റി പലപ്പോഴും സ്ട്രഗിൾ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മാർമുഷിനെ ടീമിലേക്ക് എത്തിക്കുന്നതിലൂടെ ആ ഒരു ഒഫൻസീവ് ലൈന് ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് പെപ്പ് മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും ഈ സീസണിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് മാർമുഷിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഈ ജനുവരി വിൻഡോ തന്നെ പുള്ളിയെ ടീമിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം പെപ്പിനുണ്ട്. അടുത്ത ആഴ്ച ഈ ഡീല് ക്ലോസ് ആവുമെന്നാണ് പല സോഴ്സുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ജനുവരി വിൻഡോയിൽ സാധാരണ അധികം പൈസ സ്പെൻഡ് ചെയ്യാത്ത പെപ്പ് ഈ സീസണിൽ 2 കിടിലം പ്ലേയേഴ്സിനെ ടീമിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെയ്ൽ വാക്കർ അടക്കമുള്ള പല പ്ലേയേഴ്സിനെയും പുള്ളി ബ്രൂട്ടൽ ആയിട്ടുള്ള ഡിസിഷൻസിനോടെ പുറത്താക്കാനുള്ള ചാൻസും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.